കുവൈറ്റിൽ ട്രാഫിക് നിയമങ്ങൾ വളരെ കർശനമാണ്. എന്നും കുഞ്ഞിയാണ് കുവൈറ്റിൽ നിന്നും. ഒന്ന് രണ്ട് ഇൻഫർമേഷനുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിട്ടുള്ളത്. നമുക്ക് കുവൈറ്റിൽ മുമ്പൊക്കെ ട്രാഫിക് ഫൈൻ കിട്ടി കഴിഞ്ഞെങ്കിൽ ഒട്ടുമിക്ക ട്രാഫിക് ഫൈനുകളും ഓൺലൈൻ വഴി കെട്ടാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. ചിലത് റെഡ് മാർക്ക് വന്നത് മാത്രമായിരുന്നു നമ്മൾ നേരിട്ട് മുറൂറിൽ പോയി മുദീറിന്റെ സൈൻ മേടിച്ചതിന് ശേഷം നമ്മൾ കെട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ വലിയ വലിയ ഫൈനൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് ചില സമയത്ത് നമ്മുടെ ലൈസൻസ് 1 മാസത്തേക്ക് 2 മാസത്തേക്ക് 3 മാസത്തേക്കൊക്കെ ഇവിടെ വാങ്ങിച്ചു വെക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിയമങ്ങളൊക്കെ മാറി കർശനമാണ്. അതായത് നോ പാർക്കിങ്ങിന്റെ ഫൈൻ കിട്ടിയാൽ പോലും ചെറിയ ഫൈനായിരിക്കും. മുമ്പൊക്കെ നമുക്ക് 5 ദിനാറായിരുന്നു, പക്ഷെ അത് ഇപ്പോൾ 20 ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫൈനൊക്കെ കിട്ടിക്കഴിഞ്ഞെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി കെട്ടാൻ വേണ്ടി പറ്റുന്നില്ല. നേരിട്ട് മുദീറിൻ്റെ അടുത്ത് പോയി സൈൻ മേടിച്ചിട്ട് വേണം കെട്ടാൻ വേണ്ടിയിട്ട്. ചില സമയത്ത് നമ്മുടെ വണ്ടി 1 മാസം മുതൽ 3 മാസം വരെ അവിടെ വണ്ടി കണ്ടു കെട്ടാനുള്ള ആ ഒരു നിയമം കൂടി ഇപ്പോൾ ഉണ്ട്. അപ്പോൾ വാഹനങ്ങളൊക്കെ ഓടിക്കുന്ന ആൾക്കാർ ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിച്ച് വാഹനം ഓടിക്കുക. അതുപോലെ തന്നെ നമ്മൾ പാർക്കിങ്ങിലൊക്കെ വണ്ടി ഇടുമ്പോൾ ക്രോസിലിട്ടെങ്കിൽ പോലും അത് നോ പാർക്കിംഗ് ആയിട്ട് കണക്കാക്കും. അതുപോലെ തന്നെ വികലാംഗരുടെ പാർക്കിങ്ങിൽ ആ ഏരിയയിൽ തന്നെ വണ്ടി കൊണ്ടുപോയി നിർത്തരുത്. നിർത്തിക്കഴിഞ്ഞെങ്കിൽ അത് കോടതിയിൽ പോകേണ്ടി വരും. വളരെ ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഫൈനും കാര്യങ്ങളൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട്. ജയിൽ ശിക്ഷ പോലും അതിൽ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വെയിലടിക്കുന്നതിന് വിൻഡോ ഷീൽഡ് വെക്കാറുണ്ടല്ലോ ബാക്കിലെ സീറ്റിന്. ഇപ്പോൾ അതായത് വൈകുന്നേരം 6 മണിക്ക് ശേഷം വിൻഡോ ഷീൽഡ് വെക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞെങ്കിൽ ഫൈൻ കിട്ടും. ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, പഴയ കുവൈത്തല്ല, ട്രാഫിക് നിയമങ്ങളൊക്കെ വളരെ കർശനമാണ്. കുവൈത്തിൻ്റെ ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് എല്ലാവരും വണ്ടി ഓടിക്കുക. ഇത്